PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. വേൾഡ് ജോഗ്രഫിയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനം, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭൂപടങ്ങൾ, അതായത് നമ്മുടെ മാപ്പ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം. ലോകത്തിൽ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം മെസപ്പൊട്ടാമിയയിൽ നിന്നുള്ളതാണ്. അത് കൃത്യമായി ഇന്ന് നോക്കി വെച്ചിരിക്കുക. ലോകത്തിൽ അറിയപ്പെടുന്നതിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള ഭൂപടം എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയയിൽ നിന്നുള്ള ഏകദേശം BC 2500 വർഷത്തെ. ഇത് ഒരു കളിമൺ ഫലകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു മാപ്പ് അല്ല, അത് കളിമൺ ഫലകത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മാപ്പായിരുന്നു അത്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള ടോളമി, ഈ ഒരു ടോളമി, നമ്മളിപ്പോൾ ജിയോസെൻട്രിക് തിയറിയൊക്കെ ടോളമീനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലേ, ജിയോഗ്രഫിയും അൽമജസ്റ്റും ഒക്കെ എഴുതിയിട്ടുള്ള ടോളമി. ഈ ടോളമിയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്നു. ഈ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഭൂപടങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭൂപടങ്ങളെ സംബന്ധിച്ച് ടോളമിയുടെ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് CE 1400കളുടെ അവസാനം വരെ ലോകത്തിന് അജ്ഞാതമായിരുന്നു. ആർക്കും അറിയത്തില്ല, അല്ലെ ആർക്കും അതിനെ പറ്റി വലിയ ഒരു ധാരണയില്ലാത്തതായിരുന്നു ആ മാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ പിന്നീട് ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വന്നതോടുകൂടി ഇവ എന്തായി, വലിയ പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. ആരുടെ മാപ്പ്? നമ്മുടെ ടോളമിയുടെ മാപ്പ്. കൊളംബസ്, മഗലൻ, കാമ്പട്ട്, ഡ്രേക്ക്, വെസ്പുജി തുടങ്ങിയ പ്രശസ്ത നാവികർക്ക് പുതിയ ഭൂപ്രദേശങ്ങൾ കണ്ടെത്താൻ ഈ ഒരു മാപ്പിന്റെ ഒരു സഹായം അവർ നേടിയിട്ടുണ്ടായിരുന്നു. ഈ മാപ്പ് എന്ന് പറയുന്ന ഒരു വഴികാട്ടിയായിട്ട് തന്നെ ഇത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെങ്കിലും ടോളമിയുടെ ഭൂപടങ്ങൾക്ക് ഇന്നത്തെ ആധുനിക ഭൂപടങ്ങളുമായിട്ട് ഏറെ സാമ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പെയാണ് എങ്കിൽ പോലും ഇന്നത്തെ ഒരു ഭൂപടങ്ങളുമായിട്ട് ഏറെ, അതേ ഒരു പിക്ചറിൽ നോക്കിക്കേ, ഏറെ സാമ്യമുണ്ട്. ഇന്നത്തെ ഭൂപടങ്ങളുമായിട്ട് ഏറെ സാമ്യമാണ് ടോളമിയുടെ ഈ ഒരു ഭൂപടം എന്ന് പറയുന്നത്. ആധുനിക ഭൂപട നിർമ്മാണ ശാസ്ത്രത്തിന് കാർട്ടോഗ്രഫി, ഭൂപട നിർമ്മാണ ശാസ്ത്രം ഏതെന്ന് ചോദിക്കാറുണ്ട് എക്സാം, അതാണ് കാർട്ടോഗ്രാഫി. ആധുനിക ഭൂപട നിർമ്മാണ ശാസ്ത്രത്തിന് പ്രധാനമായും അടിത്തറ പാകിയത് ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ്. അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിലും അതുപോലെ ഭൂപട നിർമ്മാണത്തിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായിട്ട് ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് കാർട്ടോഗ്രഫി എന്നുള്ളത് നമുക്ക് നേരെ നോക്കാം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപട ശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ എന്തെന്ന് വിളിക്കും? കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമായിട്ട് ചുമതല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആ ഒരു ഏജൻസിയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഭൂപടം നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്താനോ അല്ലെ, അതിനുള്ള ഒരു അധികാരമില്ല. ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഒരു ഏജൻസിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇതിന്റെ ആസ്ഥാനം, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കാർട്ടോഗ്രാഫർ, സർവേ ഓഫ് ഇന്ത്യ, അതിന്റെ ആസ്ഥാനം നോക്കി വെച്ചിരിക്കുക. ഇനി എന്താണ് ടോപ്പോഗ്രാഫിക് മാപ്സ് എന്ന് പറയുന്നത്? ധാരാതലീയ ഭൂപടങ്ങൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിവ. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം സമഗ്രമായിട്ടുള്ള ഒരു ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ ആ ഏരിയയിൽ, ആ ഭൂപ്രദേശത്തിലുള്ള അതിൻ്റെ ഉയരം എങ്ങനെയാണ്, അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്, അവിടുത്തെ നദികൾ എങ്ങനെയാണ്, അവിടുത്തെ വനങ്ങൾ, കൃഷിയിടങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ പട്ടണങ്ങൾ, അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, എല്ലാ കാര്യങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപടമാണ് ധാരാതലീയ ഭൂപടങ്ങൾ, ടോപ്പോഗ്രാഫിക് മാപ്സ് എന്ന് പറയുന്നത്. ഭൂപടങ്ങളെ അവയെ നിർമ്മിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ഏത് ബേസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഭൗതിക ഭൂപടങ്ങൾ. ഇംഗ്ലീഷിൽ എന്താ പറയും? ഫിസിക്കൽ മാപ്സ്. എന്താണ് ഭൗതിക ഭൂപടങ്ങൾ? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ, ഫിസിക്കൽ മാപ്പ്. ഇനി നമുക്ക് വരുന്നതാണ്, അതായത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ മാപ്സും കൾച്ചുറൽ മാപ്സും, സാംസ്കാരിക ഭൂപടങ്ങൾ, കൾച്ചുറൽ മാപ്സുമാണ് നമുക്കുള്ളത്.
ഈ സാംസ്കാരിക ഭൂപടത്തിൽ എന്ന് പറയുമ്പോൾ കൾച്ചറലായിട്ട് നമ്മൾ പലതും മാൻമെയ്ഡ് ആയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്ര തന്നെ ചിന്തിച്ചാൽ മതി. മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പോൾ രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം, ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതാണ് നമ്മുടെ ഏതിൽ വരുന്നത്? കൾച്ചറൽ മാപ്സ് സാംസ്കാരിക ഭൂപടത്തിൽ വരുന്നത്. ഇനി എന്താണ് കാഡസ്ട്രൽ മാപ്സ് എന്ന് നോക്കാം. ടോപ്പോഗ്രാഫിക് മാപ്സ് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് കഡസ്ട്രൽ മാപ്പാണ്. എന്താണ് കഡസ്ട്രൽ എന്ന വാക്കിന്റെ അർത്ഥം? പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം, രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നർത്ഥമുള്ള കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കഡസ്റ്റർ എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. ഇവയെ ഗ്രാമഭൂപടങ്ങൾ, അതായത് ഇതിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ, അതായത് കഡസ്ട്രൽ മാപ്സിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? എക്സാമ്പിൾ ഈ വില്ലേജ് മാപ്സ് ആണ് കഡസ്ട്രൽ മാപ്സിൽ എക്സാമ്പിൾ. ഈ കഡസ്റ്റർ എന്ന വാക്ക് ഫ്രഞ്ച് പദമാണെന്നുള്ളതും രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി ആണെന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്കറിയാം, ഇപ്പം നമ്മൾ അതിൻ്റെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൾച്ചറൽ മാപ്സ് എന്നും അതുപോലെ തന്നെ ഫിസിക്കൽ മാപ്സ് എന്നൊക്കെ തരംതിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള സ്കെയില്, തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളും, ലാർജ് സ്കെയിൽ മാപ്സ് എന്നും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ മാപ്സ് എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഈ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ എന്തോ ആണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രദേശത്തെ, ഒരു ചെറിയ ഏരിയനെ അതിൽ കൂടുതൽ വിവരങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രദേശത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെറിയ രീതിയിലേക്ക് മാറ്റും. അതിനെയാണ് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുകയാണെങ്കിൽ അത് സ്മോൾ സ്കെയിൽ മാപ്പാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഏതിലായിട്ടാണോ മാറ്റുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ചെറിയ ഒരു ഏരിയയെ വലിയ രീതിയിൽ, അതായത് വലിയ മൈന്യൂട്ട് കാര്യങ്ങളും ഒക്കെ ചേർത്ത് വലിയ രീതിയിലാക്കുന്നതാണെങ്കിൽ അത് ലാർജ് സ്കെയിലും, വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയനെ അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രത്തിലേക്ക് ആക്കുന്നതാണെങ്കിൽ അത് സ്മോൾ സ്കെയിൽ മാപ്പുമാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ലാർജ് സ്കെയിൽ മാപ്പിന് എക്സാമ്പിളാണ് നമ്മുടെ വില്ലേജ് ഭൂപടം, അതായത് കഡസ്ട്രൽ മാപ്സും ടോപ്പോഗ്രഫിക്കൽ മാപ്സും, താരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടവും ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇതിന് തോതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/2 കിലോമീറ്റർ ആയിരിക്കും. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/4 കിലോമീറ്ററും ആയിരിക്കാം. ഇനി ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, സ്മോൾ സ്കെയിൽ മാപ്പിൽ വരുന്നത്. ഇതിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 25 കിലോമീറ്റർ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ 10 കിലോമീറ്റർ, ഇങ്ങനെയാണ് മാറ്റുന്നത്. അടുത്തത് ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് ഭൂപട വായനയ്ക്ക് ആവശ്യമായിട്ട്, ഇപ്പം നമുക്കൊരു മാപ്പ് എടുത്ത് കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ്, കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് തലക്കെട്ട്, അല്ലെ? ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഭൂപടമാണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അതിനൊരു ഹെഡിങ് വേണം, അല്ലെ? ഒരു ടൈറ്റിൽ വേണം. രണ്ടാമത്തേതാണ് അതിൽ ഉപയോഗിക്കുന്ന തോത്. മൂന്നാമത്തേത് അതിൻ്റെ ദിക്ക്, ഡയറക്ഷൻ. 4 രേഖാംശരേഖ, ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്. അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ കാണും, സൂചിക, ഇൻഡെക്സ് കാണും. ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഭൂപടത്തിൽ ആവശ്യമുള്ള ഫാക്ടേഴ്സ് അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇനി അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നതാണ് തലക്കെട്ട്. എന്താണ്? അതായത് ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിലുപയോഗിക്കുന്ന സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂതലത്തിൽ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളും അകലവും തമ്മിലുള്ള അനുപാതമാണ് തോതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എടുക്കുവാണ് ഭൂതലത്തിൽ, ഇപ്പം അതായത് എർത്തിൻ്റെ ഇതിൽ അത് എത്രത്തോളം അകലെയുണ്ട്, അതിനെ നമ്മൾ ഭൂപടത്തിൽ എങ്ങനെയാണ് അത് എങ്ങനെയാണ് അതിൽ ആ ഒരു അകലം സൂചിപ്പിക്കുന്നത്, അതാണ് തോത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഭൂപടത്തിലെ തോത്, സ്കെയിൽ രേഖപ്പെടുത്താനായിട്ട് പല രീതികളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 രീതികളുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പ്രസ്താവന രീതി, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അവർ സ്കെയിൽ രേഖപ്പെടുത്തുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഭിന്നക രീതി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, RF എന്നാണ് പറയുന്നത്. മൂന്നാമത്തേതാണ് രേഖീയ രീതി, ലീനിയർ സ്കെയിൽ, ലീനിയർ സ്കെയിൽ. ഇങ്ങനെ 3 രീതിയിലാണിത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ.
അതായത് അവരിങ്ങനെ പറയുവാണ്. ഇപ്പോൾ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, അതായത് ഭൂപടത്തിലെ ദൂരവും യഥാർത്ഥ ദൂരവും തമ്മിലുള്ള ബന്ധം ഒരു വാചകമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലാണ് ആ രീതിയിൽ നമുക്ക് പ്രസ്താവന രീതി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ. ഇതിനർത്ഥം ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ ദൂരം എന്ന് പറയുന്നത് ഭൂമിയിൽ എത്ര ഇത് വരുന്നുണ്ട്? 1 കിലോമീറ്റർ. അപ്പോൾ ഭൂപടത്തിൽ നമുക്കിപ്പോൾ 1 കിലോമീറ്റർ ദൂരമൊക്കെ അങ്ങനെ അളന്ന് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ചെറിയ രീതിയിലോട്ട് മാറ്റും. അതായത് ഭൂപടത്തിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ഭൂതലത്തിൽ അതെങ്ങനെയായിരിക്കും? 1 കിലോമീറ്റർ ആയിരിക്കും ദൂരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഭിന്നക രീതി, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ RF എന്ന് പറയുന്നത് ഭൂപടത്തിലെ ദൂരവും ഭൂതലത്തിലെ ദൂരവും തമ്മിലുള്ള അനുപാതത്തെ ഒരു ഭിന്നകമായോ അനുപാതമായോ സൂചിപ്പിക്കുന്ന രീതിയാണ്. അതായത് 1:1 lakh എന്ന് പറയുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യ സംഖ്യ എന്ന് പറയുന്ന ഭൂപടത്തിലെ ദൂരവും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഭൂമിയിലെ യഥാർത്ഥ ദൂരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഭൂപടത്തിലെ മാപ്പിൽ അതാണെങ്കിൽ ഇത് ഭൂമിയിലുള്ളതാണ്, ഭൂമിയിലുള്ള യഥാർത്ഥ ദൂരമാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 2 ദൂരങ്ങളുടെ ഒരേ യൂണിറ്റ് ആണ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് യൂണിറ്റായി സെന്റിമീറ്റർ എടുത്താൽ ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിൽ 1,00,000 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഈ തോത് അനുസരിച്ച് ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ എന്നത് ഭൂമിയിൽ 1 കിലോമീറ്റർ ദൂരത്തിന് തുല്യമാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ രീതിയാണ് രേഖീയ രീതി, ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു നേർരേഖ ഉപയോഗിച്ചാണ് ഇതിൽ തോത് രേഖപ്പെടുത്തുന്നത്. ഈ രേഖയെ കൃത്യമായ അളവുകൾ വിഭജിക്കുകയും ഇപ്പോൾ ഭൂമിയിൽ യഥാർത്ഥ ദൂരത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രേഖീയമായിട്ടാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെയാണ് ദിക്കുകൾ, ഡയറക്ഷൻ. ഭൂപടത്തിൽ സാധാരണയായിട്ട് ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്കു ദിശയും വലതുവശത്തെ പടിഞ്ഞാറ് ദിശയും ഇടതുവശത്തെ കിഴക്ക് ദിശയും. അതായത് നമ്മൾ നോർമൽ അറിയാലോ, ഈ സൈഡ് ഇപ്പം ഫോർ എക്സാമ്പിൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എന്താണ്, അതായത് ഭൂപടത്തിന്റെ ചുവട് നോർത്ത് ആണെങ്കിൽ നോർത്ത്, മുകളിൽ തലക്കെട്ടിന്റെ ഭാഗം, താഴെ ആണെങ്കിൽ സൗത്ത്, പിന്നെ ആണെങ്കിലോ റൈറ്റ് ആണെങ്കിൽ ഈസ്റ്റും വെസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും. വലതു ഭാഗം അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ദിശ, ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്? ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്കു ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയാണ് സൂചിപ്പിക്കുന്നത്. സമുദ്രയാത്രയിൽ ദിശ അറിയുവാൻ നാവികർ പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഗ്ലോബലി ഇവർ അംഗീകരിച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പൊ പച്ച എന്ന് പറയുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ, മഞ്ഞ എന്ന് പറയുന്നത് കൃഷിയിടങ്ങൾ, ശ്രദ്ധിച്ച് നോക്കി വെച്ചിരിക്കണം. ചുവപ്പ് എന്ന് പറയുന്നത് പാർപ്പിടങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസ്. ഇപ്പൊ റെഡ് എന്ന് പറയുന്നത് റോഡ്, ഗ്രിഡ്, അതുപോലെ പാർപ്പിടങ്ങൾ, ഇങ്ങനെയാണ് വരുന്നത്. അതായത് റെഡ് ലൈൻസ് എന്ന് പറയുന്നത്. കറുപ്പാണെങ്കിൽ തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും, ടെലിഫോൺ ലൈൻ. നീല ജലാംശയങ്ങളാണ്, തവിട്ട് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ. ഇതൊക്കെയാണ് ബ്രൗൺ കളർ കൊണ്ട് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം നോക്കിക്കേ, ടാറിട്ട റോഡ്, തീവണ്ടിപ്പാത, അരുവി, നദി, ക്രിസ്ത്യൻ പള്ളി ആകുമ്പോൾ കുരിശുണ്ടാകും, ക്ഷേത്രം, മുസ്ലിം പള്ളി, പാർപ്പിടങ്ങൾ, പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ PO, പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ PS, കോട്ട, പാലം, കുളം, കുഴൽ കിണർ, ശ്മശാനം, ഇതിനൊക്കെ അവിടെ അതാണ് എന്നുള്ളത് കാണിക്കാനായിട്ട് ഓരോ ഈ ഒരു ചിഹ്നം കൊടുക്കാറുണ്ട്. സൂചിക എന്ന് പറയുന്നത് ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്ന രീതിയിലൊരു ഇൻഡെക്സ് കൊടുത്തിരിക്കും. അതായത് ഇങ്ങനെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന അതിർത്തി, ഇങ്ങനെ ഒരു ലൈൻ ആണെങ്കിൽ അത് ജില്ലാ അതിർത്തി, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഇൻഡെക്സ് കൊടുത്തിരിക്കും. എങ്കിലേ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, ഭൂപ്രക്ഷേപണങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഭൂപ്രക്ഷേപണങ്ങൾ? ഭൂമി ഉരുണ്ട പ്രതലമാണ്. എന്നാൽ ഈ ഭൂപടം എന്ന് പറയുന്നത്, മാപ്പ് എന്ന് പറയുന്നത് ഒരു പരന്ന പ്രതലമാണ്. അപ്പോൾ ഈ ഉരുണ്ട പ്രതലത്തിനെ പരന്ന പ്രതലത്തിലേക്കാക്കി നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ, ഗ്ലോബിനെ പരത്തി ഭൂപടമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ധ്രുവപ്രദേശങ്ങൾ മുറിഞ്ഞു പോകാനോ വികലമാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയെ, അതിൻ്റെ ഭാഗങ്ങളെയോ ഒരു പരന്ന പ്രതലത്തേക്ക് മാറ്റുന്ന രീതിയാണ് ഭൂപ്രക്ഷേപണം എന്ന് വിളിക്കുന്നത്.
അതാണ് മാപ്പ് പ്രൊജക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന ഒരു രീതിയാണ് ഈ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ എത്രയായിട്ട് തരംതിരിക്കാൻ പറ്റും? 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ എന്നത് പറയുന്നത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ആണ്. സുതാര്യമായ ഗ്ലോബിനെ ഒരു സിലിണ്ടർ ആകൃതിയിലൂടെ കടലാസ് കൊണ്ട് ആവരണം ചെയ്യുന്നു. ഗ്ലോബിനുള്ളിൽ പ്രകാശ സ്രോതസ് വഴി അക്ഷാംശ രേഖാംശ ജാലിക സിലിണ്ടറിനെ പകർത്തുന്നു. ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിനാണ് ഭൂപടം ലഭിക്കുന്നത്. ഭൂമധ്യരേഖ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപടം. അതേപോലെ നമ്മൾ ഈ എവിടെയാണോ അത് വെക്കുന്നത്, ആ പ്രൊജക്ഷന്റെ ആ ഒരു പൊസിഷൻ എവിടെയാണോ ആ ഇതനുസരിച്ചിട്ട് ഓരോ ഏരിയയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ സിലിണ്ടറിക്കൽ പ്രൊജക്ഷനിൽ നമുക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ കിട്ടും. ഈ ഒരു പിക്ചർ വെക്കുമ്പോൾ നമുക്കറിയാം ഈ ഇക്വേറ്റർ റീജിയനിലാണ് അത് നന്നായിട്ട് കിട്ടുന്നത്, അല്ലെ? സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഒരു ഭൂപടമാണ്. ഇക്വേറ്റർ റീജിയനിലുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. രണ്ടാമത്തേതാണ് സെനിത്തൽ പ്രൊജക്ഷൻ, ശീർഷതല പ്രക്ഷേപം. സുതാര്യമായ ഗ്ലോബിന്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും ഗ്ലോബിന്റെ മുകൾ ഭാഗത്തോ താഴെയായി പരന്ന പ്രതലവും ഫ്ലാറ്റ് പേപ്പർ വയ്ക്കുന്നു. പ്രകാശം തെളിക്കുമ്പോൾ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പരന്ന പ്രതലത്തിൽ തെളിയുന്നു. ധ്രുവപ്രദേശങ്ങളുടെ ഭൂപടങ്ങൾ കൃത്യമായി തയ്യാറാക്കാൻ രീതിയാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, ഈ ഒരു ധ്രുവപ്രദേശം നമുക്ക് നേരത്തെ കിട്ടുന്നതെന്ന് പറയുന്നത്, നേരത്തെ കിട്ടും. ഇപ്പം നമുക്ക് സെനിത്തൽ പ്രൊജക്ഷൻ ആണെങ്കിൽ, കോണിക്കൽ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇക്വേറ്റർ റീജിയനിലും, സെനിത്തൽ പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? സെനിത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പോളാർ റീജിയനിലെ പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഒരു ഭൂപടമാണിത്. ഇനി നമുക്ക് കോണിക്കൽ പ്രൊജക്ഷൻസ്, അതായത് നമുക്ക് ഇക്വേറ്ററും പോളാറും മാത്രം പോരാ, അല്ലെ? ഇനി നമുക്ക് മധ്യ അക്ഷാംശം ആയിട്ടുള്ള മിഡ് ലാറ്റിറ്റ്യൂഡ്സ് കിട്ടണം. അതിന് ഗ്ലോബിനെ ഒരു കോൺ ആകൃതിയിലുള്ള കടലാസ് കൊണ്ട് മൂടുന്നു. ഗ്ലോബിനുള്ളിലെ പ്രകാശ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോൺ ആകൃതിയുള്ള പ്രതലത്തിൽ വരച്ചെടുക്കുന്നു. ഗ്ലോബിനെ ഒരു കോൺ പ്രതലം സ്പർശിക്കുന്ന ഭാഗത്തെ വിവരങ്ങൾ വളരെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ ഈ രീതിയാണ് ഏറ്റവും അനുയോജ്യം. മധ്യ അക്ഷാംശ രേഖ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ഈ മധ്യ അക്ഷാംശ രേഖകളാണ് കിട്ടുന്നത്. മിഡ് ലാറ്റിറ്റ്യൂഡൽ ഏരിയാസ് ആണ് കിട്ടുന്നത്. ഇനി എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ, അതായത് നമ്മൾ അത് ടച്ച് ചെയ്യാതെ ദൂരെ നിന്നും അതിനെക്കുറിച്ചുള്ള, ആ വസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രതിഭാസത്തെയോ എന്തിനെങ്കിലും കുറിച്ച് എന്ന് നമ്മൾ നോക്കുവാണ്, അല്ലെ? അത് നമ്മൾ ടച്ച് ചെയ്യാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉപകരണങ്ങളുടെ സഹായത്തെ ഇങ്ങനെ അവിടുത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ ക്യാമറകൾ, സ്കാനറുകൾ, ശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങൾ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് വിളിക്കുന്നത്. ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തിന് നമുക്ക് 3ആയിട്ട്, ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ശേഖരിക്കാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഏരിയകളിലൊക്കെ തന്നെയുണ്ട്. ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് ഭൂതല വിദൂര സംവേദനമാണ്. അതായത് ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകളെ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്നതാണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. അടുത്തതാണ് ആകാശീയ വിദൂര സംവേദനം, ഏരിയൽ റിമോട്ട് സെൻസിങ്. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ്. അതായത് ഇവിടെ വിമാനത്തിലാണ് വെച്ചിട്ടുള്ളത്, കണ്ടോ? ഈ വിമാനത്തിൽ വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. ഇനി നമുക്കിത് സാറ്റലൈറ്റിലാണെങ്കിലോ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഉപഗ്രഹ വിദൂര സംവേദനം, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS എന്ന് പറയുന്നത്? ഭൂതല സവിശേഷതകളെ സംബന്ധിച്ച വിവരങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ശേഖരിക്കാനും സൂക്ഷിക്കാനും വിശകലനം ചെയ്യാനും ഭൂപടങ്ങളായോ പട്ടികയായോ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. GIS ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുന്നു. വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ ഈ ഒരു സാങ്കേതിക വിദ്യ സഹായിക്കുന്നുണ്ട്. ഇനി ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്? നമുക്ക് വിഭവ പരിപാലനം, അല്ലെ? പ്രകൃതി വിഭവങ്ങളുണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അവയുടെ ലഭ്യത മനസ്സിലാക്കാനും അവ കൃത്യമായിട്ട് ഇനി വിനിയോഗിക്കാനും ഒക്കെ നമുക്ക് കിട്ടും, അല്ലെ? ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി
ഇനി പ്ലാനിങ് അല്ലെ ആസൂത്രണം, നഗരാസൂത്രണം, റോഡ് വികസനം തുടങ്ങിയ പദ്ധതികൾ ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ഭൂവിവര വ്യവസ്ഥയെ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമുക്ക് പ്രയോജനം കിട്ടുന്നത്. ഇനി പ്രകൃതി ദുരന്ത നിവാരണം, പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനും മുൻകരുതൽ എടുക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? അത്യാവശ്യമാണ്. GIS അത്യാവശ്യമാണ്. അതുപോലെ കൃഷി, മണ്ണിന്റെ ഗുണനിലവാരം, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. ഗതാഗതം, വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, ടൂറിസം, ജലസേചനം, ഇതിനെല്ലാം എന്ത് സഹായിക്കുന്നുണ്ട്? GIS സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS എന്ന് പറയുന്നത്? ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങളിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടെത്തുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നിശ്ചലമായ വസ്തുക്കളുടെ സ്ഥാനം, ഉയരം, ചലിക്കുന്ന വസ്തുക്കളുടെ സഞ്ചാരദിശ, വേഗത, ലക്ഷ്യസ്ഥാനത്തെത്താൻ എടുക്കുന്ന സമയം, ഇതെല്ലാം ഇതിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വിമാനങ്ങൾ, കപ്പലുകൾ, മിക്ക വാഹനങ്ങൾ എന്നിവയുടെ സ്ഥാനവും സഞ്ചാരപഥവും നിർണ്ണയിക്കാൻ GPS എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഭുവൻ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ISRO അത് വികസിപ്പിച്ചെടുത്ത ഒരു ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഭൗമോപരിതലത്തിന്റെ ഒരു 2D അല്ലെങ്കിൽ 3D ദൃശ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭുവൻ ലഭ്യമാക്കുന്നു. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ, അതായത് ഇപ്പം പ്രൊജക്ഷൻ ആയാലും പിന്നെ അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് ആയാലും ഇതെല്ലാം നോക്കാനായിട്ട്, അതായത് ഭൂപടം മാപ്പ് ആയാലും ഇതെല്ലാം നോക്കാനായിട്ട് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് SCERT 5ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ, 6ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ, 7ാം ക്ലാസ് 5, 6, 7, 7ാം ക്ലാസ്സിൻ്റെ 9ാമത്തെ ചാപ്റ്റർ, പഴയ 8ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളതെല്ലാം നോക്കുക. ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുക. മാപ്പ്, അതുപോലെ ഈ പ്രൊജക്ഷൻ അല്ലെ, കോണിക്കൽ പ്രൊജക്ഷൻ, സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, ഇങ്ങനെയുള്ള പ്രൊജക്ഷനിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വായിച്ച് നോക്കണം. ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിനൊപ്പം ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ഒന്ന് വായിച്ച് നിങ്ങളും കൂടി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.